വചനത്തിൽ നിന്ന് ഒരു ചെറിയൊരു ടോപ്പിക് നിങ്ങളുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് പുറപ്പാട് എക്സോഡസ് 5:6-10 വരെയുള്ള വാക്യങ്ങളാണ് ഞാനിന്ന് എടുക്കുന്നത്. അപ്പോൾ അതിലോട്ടേക്ക് കിടക്കുന്ന മുമ്പ് ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയാം. ഇസ്രായേൽ മക്കൾ, അതായത് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ, സ്വന്തം ജനം, ദൈവത്തിൻ്റെ ജനം എന്നറിയപ്പെടുന്ന ഇസ്രായേൽ മക്കൾ. നമുക്ക് പറയാം, നമ്മൾ എബ്രഹാമിൻ ദൈവം, ഇസാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഇവരുടെ ജനറേഷനാണ്, താഴോട്ട് ജനറേഷനായിട്ട് വരുന്നതാണ് ഇസ്രായേൽ മക്കൾ. അവരിപ്പോൾ ഈജിപ്തിലാണ് ഉള്ളത്. ഈജിപ്തിൽ അവർ പെരുകി വലിയൊരു ജാതി, ദൈവം അവർക്ക് പറഞ്ഞ പോലെ തന്നെ, വാഗ്ദത്തം കൊടുത്ത പോലെ തന്നെ വലിയൊരു ജാതിയായി മാറി. പക്ഷെ അതേ സമയത്ത് ഈജിപ്തിലായതുകൊണ്ട് ഈജിപ്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഫറവോനും, മീൻസ് ഈജിപ്തിലെ രാജാവിൻ്റെയാണ് ഫറവോ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഇവരവിടെ ഒരു ഡോമിനൻ്റ് ആവുമോ, അല്ലെങ്കിൽ മെജോറിറ്റി ഒരു പോപ്പുലേഷൻ ആവുമോ, ഒരു വാർ വന്നാൽ ഇവർക്കെതിരെ ആവുമോ എന്നെല്ലാം ഭയന്നുകൊണ്ട് ഇസ്രായേൽ മക്കളെ ഈജിപ്തുകാർ സ്ലേവിലോട്ടേക്ക് കൊണ്ടുവന്നു. അവരെ സ്ലേവ് ആക്കി, അവരെ അടിമകളാക്കി. അപ്പോൾ ഇസ്രായേൽ മക്കൾ ഇപ്പോൾ ഈജിപ്തിൽ അടിമകളാണ്. അപ്പോൾ അവരതിൻ്റെതായിട്ടുള്ള വിഷമം കാരണം ദൈവത്തിനോട് കരയുവാനും പ്രാർത്ഥിക്കുവാനും അവിടെ നിന്ന് വിടുവിക്കുവാനും എല്ലാം അവർ ദൈവത്തിനോട് പ്രാർത്ഥിക്കുവാനും കരയാനെല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ദൈവം അത് കേട്ടുകൊണ്ട് അവരെ അവിടെ നിന്ന് ഫ്രീ ആക്കുവാൻ, മോചിപ്പിക്കുവാൻ, അവിടെ നിന്ന് അവർക്ക് പറഞ്ഞിരിക്കുന്ന പ്രോമിസ്ഡ് ആയിട്ടുള്ളൊരു ദേശമുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് അവരെ മാറ്റുവാൻ ദൈവം തീരുമാനിച്ച് അതിനെ ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു ലീഡറാണ് മോസസ്. അവരുടെ ഒരു തിരഞ്ഞെടുക്കുന്ന ഒരു ലീഡറാണ് മോസസ്. അപ്പോൾ മോസസ് ഫറവോ, അതായത് ഈജിപ്തിലെ കിങ്ങിനോട് പോയിട്ട് പറയാണ്, ദൈവം പറഞ്ഞു വിട്ടിട്ട് മോസസ് വന്ന് പറയാണ്, ദൈവത്തിൻ്റെ ജനത്തെ, അതായത് ഇസ്രായേൽ ജനത്തിന് അവിടെ നിന്ന് വിടുവിക്കണം, വിട്ടുതരണം, ഞങ്ങൾക്ക് പോയി ഞങ്ങളുടെ ദൈവത്തിനെ ആരാധിക്കണം എന്നുള്ള എല്ലാം ഫറവോനോട് പറയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതാണ് ദൈവത്തിൻ്റെ പ്ലാൻ. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്ലാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇസ്രായേൽ മക്കളോടുള്ള ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക, വഴി, ദൈവത്തിൻ്റെ ആഗ്രഹം, ഇസ്രായേൽ മക്കൾ ദൈവത്തിനോട് കൊടുത്ത പ്രോമിസ് സത്യം പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക സാഹചര്യത്തിൽ. അപ്പോൾ അതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ താഴോട്ട് ഇനി മോസസ് ഇത് വന്ന് പോയി കഴിഞ്ഞിട്ട് ഫറവോൻ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്ന് പോയി കഴിഞ്ഞപ്പോൾ ഫറവോൻ്റെ ലീഡേഴ്സിനോട് പറയാണ്, ഇവർ ഒത്തിരി ഫ്രീ ടൈം ഉണ്ട്, അതുകൊണ്ടാണ് ഇവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്. അപ്പോൾ ഇവർക്ക് കുറച്ചും കൂടെ പണി കൊടുക്കുക. കാരണം ഇസ്രായേൽ മക്കൾ അവിടെ സ്ലേവ് ആണല്ലോ. അപ്പോൾ കുറച്ചും കൂടെ പണി കൊടുക്കുക, കുറച്ചും കൂടെ പണികൾ ടഫാക്കുക. അവർക്ക് വെറുതെ ഇരിക്കാനുള്ള സമയം കൊടുക്കണ്ട, അവർക്ക് കുറച്ചുകൂടെ കഷ്ടം ഉള്ള പണികൾ കൊടുക്കുക. അവർക്ക് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ടഫാക്കുകയാണ്, കൂടുതൽ പണികൾ കൊടുക്കുകയാണ്, അവരെ ബിസി ആക്കുകയാണ്. എന്തിന്? ദൈവം ഈ ഒരു കാര്യങ്ങൾ, ഇപ്പോൾ സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പ്ലാൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫറവോ അവരെ ബിസി ആക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ ആലോചിക്കില്ല, അപ്പോൾ അവർക്ക് പോകേണ്ട ഒരു ആവശ്യം വരില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് അടുത്ത വചനത്തിലെ ഒരു പോയിന്റ്, അല്ലെങ്കിൽ വചനത്തിൽ നിന്നുള്ള ഒരു സ്റ്റോറി ഇതാണ്. അപ്പോൾ ഇത് നമ്മുടെ ലൈഫിലോട്ടേക്ക് ഞാൻ റിസംബ്ലൻ ചെയ്തിട്ടാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിലും ഇതേപോലത്തെ നമ്മളിപ്പോൾ കണ്ടു, ദൈവത്തിൻ്റെ പ്ലാൻ, ദൈവത്തിൻ്റെ പ്രോമിസ് അവിടെ നടക്കാൻ പോകുന്ന ആ ഒരു ടൈമിൽ ഫറവോ, അതായത് എനിമി, അതിനെ നമ്മളെ ബിസി ആക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ദൈവത്തിൻ്റെ പ്ലാൻ നമ്മുടെ ജീവിതത്തിൽ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴും ഇന്നത്തെ സാഹചര്യത്തിലും ഇത് നടക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഫറവോ നമ്മുടെ ലൈഫിൽ ഇല്ലെങ്കിൽ പോലും നമ്മുടെ ലൈഫിൽ ഒരു എനിമി ഉണ്ട്. ആ എനിമിയുടെ ഏക ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കാതിരിക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതിരിക്കുക എന്നുള്ള ലക്ഷ്യമുള്ള ഒരു എനിമി നമ്മുടെ കൂടെ ഇന്നും നമുക്കുണ്ട്. നമ്മുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ ദൈവം ഇപ്പുറത്ത് പ്രവർത്തിക്കുമ്പോൾ ഇപ്പുറത്തുനിന്ന് എനിമിയും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ദൈവം നമ്മളോട് പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം ആയിക്കോട്ടെ, അത് എന്തോ ആയിക്കോട്ടെ, ദൈവത്തിന് വേണ്ടി വേല ചെയ്യുക, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ വേറെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ പ്രവർത്തിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമിൽ നമ്മളെ ബിസി ആക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ബിസി ആക്കി, ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ബിസി മാത്രമല്ല, ചിലപ്പോൾ നമ്മളെ കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കുള്ള സിറ്റുവേഷൻസ് കുറച്ചുകൂടെ ഹാർഡർ, ടഫ് ആവാൻ, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാവാൻ ചാൻസ് ഉണ്ട്. നമുക്കിപ്പോൾ യോസേഫിൻ്റെ കാര്യം അറിയാം. യോസേഫ് സത്യം പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് നടക്കുകയായിരുന്നു. അപ്പോഴാണ് ദൈവം യോസേഫിന് ഒരു ഡ്രീം കൊടുത്തത്. അതായത് യോസേഫിൻ്റെ ദൈവം ഒരു പർപ്പസ് കൊടുക്കുകയായിരുന്നു.
കൊടുത്തതിന് പിറ്റേ ദിവസം തൊട്ടിട്ട് യോസേഫ് പൊട്ടക്കിണറ്റിലും കാരാഗൃഹത്തിലൊക്കെ ആയി തീർന്നു. അപ്പം അതേപോലെ തന്നെ ദൈവം നമുക്കൊരു പ്ലാൻ തരുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മുടെ സിറ്റുവേഷൻസ് ഹാർഡ് ആവുന്ന ഒരു ചാൻസ് വരാം. നമുക്ക് പെട്ടെന്ന് നമ്മൾ ഈസിയായി നടന്നുകൊണ്ടിരുന്ന ലൈഫ് പെട്ടെന്ന് ഹാർഡ് ആവാം, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ബിസി ആവാം, അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പം ഞാൻ പറയുന്നത് ഇത് ആക്ച്വലി ദൈവത്തിൻ്റെ പ്ലാൻ നമ്മുടെ ലൈഫിൽ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എനിമിയുടെ പ്ലാനാണ്. അപ്പം നമ്മളിവിടെ ഏത് പ്ലാനിലോട്ടേക്കാണ് വീഴുന്നത്, അല്ലെങ്കിൽ ഏത് പ്ലാനിൽ വെച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം ഇവിടെ താഴോട്ട് നമുക്ക് വായിക്കുകയാണെങ്കിൽ 6:8 ദൈവം ഇസ്രായേൽ മക്കളോട്, അതായത് ഇങ്ങനെ ഫറോ അവർക്ക് ടഫാക്കി കൊടുത്തപ്പോൾ വീണ്ടും അവർ മോസസിനോടും ദൈവത്തിനോടൊക്കെ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ദൈവം അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഇതിൽ നിന്ന് ഡെലിവർ ചെയ്യും. അപ്പോൾ ദൈവം നമ്മളോട് തന്നെ പറയുന്നത്, ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ ദൈവം ഡെലിവർ ചെയ്യും, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും, ദൈവം നമ്മളെ സഹായിക്കും. പക്ഷെ ഇവിടെ ഇസ്രായേൽ മക്കൾ ദൈവത്തിന് വിശ്വസിച്ചില്ല. പക്ഷെ നമ്മൾ ദൈവത്തിനെ അറിഞ്ഞുകൊണ്ട് ദൈവത്തിനെ വിശ്വസിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു, കാരണം എളുപ്പമാവില്ല ചിലപ്പോൾ, പക്ഷെ അത് നമ്മൾ ഫേസ് ചെയ്യണമെങ്കിൽ, നമ്മളത് ഓവർകം ചെയ്യണം. ദൈവത്തിന് വേണ്ടി നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ദൈവത്തിനോടുള്ള ഒരു വിശ്വാസം വേണം. അതേപോലെ തന്നെ അപ്പോൾ നമുക്ക് ഒരു കാര്യം വേണ്ടത് വിശ്വാസമാണ്. അടുത്തത് നമ്മൾ ബിസി ആയി വരികയാണെങ്കിൽ നമ്മൾ ദൈവത്തിനെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത്, എന്തുകൊണ്ടാണ് നമ്മൾ ബിസി ആവുന്നതെന്ന് നോക്കിക്കൊണ്ട് ദൈവത്തിനെ പ്രയോറിറ്റൈസ് ചെയ്ത് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. കൺഫ്യൂഷൻ നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ നമുക്ക് അതിനുള്ള ക്ലാരിറ്റിയും ദൈവം നമുക്ക് തരും. അപ്പോൾ ദൈവം നമ്മളോട് പറയുന്നതാണ്, എന്തുമായിക്കോട്ടെ, എനിമി എങ്ങനെയും പ്രവർത്തിച്ചോട്ടെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന, അതായത് ഇവിടേക്ക് ഇസ്രായേൽ മക്കളിന് പ്രോമിസ് ലാൻഡ് ആയിരുന്നു. നമുക്കും ദൈവം ഒത്തിരി പ്രോമിസുകളും ദൈവാനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടേക്ക് എത്താൻ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു സ്റ്റെപ്പാണ്. സോ നമ്മളെ എനിമി തകർക്കുമ്പോൾ, അല്ലെങ്കിൽ എനിമിയുടെ ടാക്ടിക്സിൽ വീഴാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾസും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വചനത്തിൽ നിന്ന് അതിൻ്റെ ആ ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മളിപ്പോൾ നോക്കി. എക്സാമ്പിൾ നമ്മളൊരു യോസേഫിൻ്റെ എക്സാമ്പിൾ കണ്ടു. യോസേഫും പക്ഷെ ദൈവത്തിനോടുള്ള ഭക്തിയിലും വിശ്വാസത്തിലും മുന്നോട്ട് പോയി ദൈവം യോസേഫിനെ അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ റിയൽ ലൈഫ് മീൻസ് പ്രാക്ടിക്കൽ ലൈഫിൽ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കൊരു ഒരു കപ്പിൾ അല്ലെങ്കിൽ ഒരു ഫാമിലീനെ എടുക്കാം. അവർ ആയിരിക്കുന്ന ദേശത്ത് അവർ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അവരായിരിക്കുന്ന സഭയിൽ ദൈവത്തിന് വേണ്ടിയും അവരെ സാധിക്കുന്ന രീതിയിൽ അവർ ആ സഭയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിനെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവർക്കൊരു വേറൊരു സ്ഥലത്തുനിന്ന് ഒരു പ്രൊമോഷൻ, ജോബിൻ്റെ ഒരു പ്രൊമോഷൻ വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൊമോഷൻ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, സന്തോഷമുള്ള കാര്യമാണ്. കാരണം മേളിലോട്ടാണ് പോകുന്നത്. അതേപോലെ തന്നെ ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നായിരിക്കും എന്നുള്ള, ദൈവത്തിൽ നിന്ന് ബ്ലെസ്സിങ്സ് ഒത്തിരി വരാം, പക്ഷെ നമുക്കത് പെട്ടെന്ന് ഡിസേൺ ചെയ്യാനുള്ള, കാരണം ഇതായിരിക്കും എന്നുള്ളൊരു മൈൻഡിൽ നമ്മൾ അതിൽ വീഴാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മളൊരു ഡിസേൺമെന്റിൽ നിൽക്കണം. കാരണം അപ്പോൾ ചിലപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിമിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്കിങ്ങനെ, ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ പ്രൊമോഷൻ ആവും. അപ്പോൾ നമുക്ക് അതിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വർക്ക് ലോഡായി, പിന്നെ പുതിയ സ്ഥലം, അവിടെ സെറ്റിൽഡ് ആവണം. അപ്പോൾ ഇവിടെ നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്തിരുന്ന, ദൈവത്തിന് പ്രാർത്ഥിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പല കാര്യങ്ങളും സ്റ്റോപ്പാവും. അപ്പോൾ നമുക്ക് ബ്ലെസ്സിങ്സ് വരികയാണെങ്കിലും നമ്മളത് ഡിസേൺ ചെയ്യണം, ദൈവത്തിൽ നിന്ന് തന്നെ ആണോ എന്നുള്ളത്. അതേപോലെ തന്നെ കൺഫ്യൂഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ടഫ് ആകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദൈവത്തിനെ പ്രയോറിറ്റൈസ് ചെയ്ത് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് നമുക്ക് നമ്മളെ ജീവിതത്തിൽ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അതിലോട്ടേക്ക് കിടക്കാൻ കഴിയും. ജസ്റ്റ് വേറൊരു എക്സാമ്പിൾ കൂടെ പറയാം. അത് എൻ്റെ ലൈഫിൽ തന്നെയാണ്. നമ്മളിപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ മേ ബി ഈ ടോപ്പിക് ആവില്ല, പക്ഷേ ഈ വീഡിയോ ഒത്തിരി മാസങ്ങൾക്ക് മുമ്പേ വരേണ്ടതാണ്. പക്ഷെ പല സാഹചര്യം കൊണ്ടും അത് വരാൻ സാധിച്ചില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ദൈവം ഇതാണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അതിലോട്ടേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന കാര്യത്തിലോട്ടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ദൈവം എനിക്ക് തരുന്ന കുറച്ച് ടോപ്പിക്സ്, കുറച്ച് കാര്യങ്ങൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യണം എന്നാഗ്രഹിച്ച് ദൈവം തരുന്ന ഒരു ഡ്യൂട്ടി ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഈ വിഷയത്തിൽ വേണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് തന്നെയാണ്, നമുക്കൊരു പ്ലാൻ തരുമ്പോൾ, ദൈവത്തിൻ്റെ ഒരു പ്രോമിസ് നമ്മുടെ ജീവിതത്തിൽ ബ്രേക്ക് ത്രൂ ആവാൻ നിൽക്കുന്ന സമയത്ത്
നമുക്ക് സിറ്റുവേഷൻസ് ഹാർഡാവാം, ടഫ് ആവാം, കൺഫ്യൂഷിങ് ആവാം, അങ്ങനെ പല കാര്യങ്ങളാവാം. പക്ഷെ നമ്മൾ വിശ്വസിക്കേണ്ടത് ദൈവം അതിൽ നിന്നെല്ലാം നമ്മൾ ഡെലിവർ ചെയ്യും. പക്ഷെ ദൈവത്തിന് വേണ്ടത് നമ്മുടെ ഒരു ഫെയ്ത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റെപ്പ് ആയിരിക്കാം. അതിന്ന് നമുക്ക് മുന്നോട്ട് വയ്ക്കാം. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.